പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC LGS എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ചാപ്റ്ററുകളിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കറുത്ത പരുത്തിമണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? കറുത്ത പരുത്തിമണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ഉത്തരം ഡെക്കാൻ ട്രാപ്പ് മേഖലകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറുത്ത പരുത്തിമണ്ണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഖായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഖായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗംഗ. ഖായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേരെന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേരെന്താണ്? ഉത്തരം ലു. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്രയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ മാർച്ച് ഏപ്രിൽ മെയ്, ബി ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ, സി ഒക്ടോബർ നവംബർ, ഡി ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇതിലേതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളമാണ്. ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് കാഞ്ചൻജംഗ? ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് കാഞ്ചൻജംഗ? ഉത്തരം ഹിമാദ്രിയുടെ ഭാഗമാണ് കാഞ്ചൻജംഗ. ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേരെന്താണ്? ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേരെന്താണ്? ഉത്തരം സംവഹന വൃഷ്ടി. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? ഉത്തരം 36. അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃഷ്ണ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പശ്ചിമ അസ്വസ്ഥത ഉത്തര മഹാസമുദ്രത്തിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കാൻ കാരണമാകുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഈ മഴ ശൈത്യവിളകളെ ഗണ്യമായ തോതിൽ നശിപ്പിക്കുന്നു. ഇതിലേത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഇതിലേത് പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന? ഉത്തരം ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഈ മഴ ശൈത്യവിളകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള മഴയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഉത്തരം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ ബാധിക്കാത്ത ഘടകമേത്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ ബാധിക്കാത്ത ഘടകമേത്? ഉത്തരം ജനസംഖ്യയാണ്. താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം ആരവല്ലി. വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഉത്തരം ഡാർജിലിംഗ്. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏതാണ്? ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏതാണ്? ഉത്തരം ഫൊൻ. ഇന്ത്യയിലെ നിശബ്ദ തീരം എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഇന്ത്യയിലെ നിശബ്ദ തീരം എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഉത്തരം ലഡാക്ക്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഉത്തരം മാർച്ച് മുതൽ മെയ് വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരം ഏതാണ്?
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരം ഏതാണ്? ഉത്തരം മലബാർ തീരസമതലം. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. കേരളം, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽമഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽമഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മാംഗോ ഷവർ. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലഡാക്ക്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.